ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് നോക്കാം. സോയ കറിയാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ബൗൾ നിറയെ സോയ എടുത്തിട്ടുണ്ട്. പിന്നെ 3 സവാള നീളത്തിലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പഴുത്ത തക്കാളി, ഒരു പച്ചമുളക്. ഇത്രയാണ് ഞാൻ ഇൻഗ്രീഡിയൻസായി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സോയ വേവിച്ചെടുക്കാം. അത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1.5 ബൗൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് ഒരു 5 to 7 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം, അതായത് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതിന് പച്ചമണമൊക്കെ മാറി ഇതിനൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ സോയ നമ്മൾ വേവിക്കാൻ വച്ചിരുന്നു. അത് ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ചൂട് പോകാൻ വയ്ക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം കൈകൊണ്ട് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുക്കാം. ഇതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള നോക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗണിൽ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ഇതിലോട്ട് ചേർത്ത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി സോസ് കൂടെ ഒഴിച്ച് വീണ്ടും ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് അളവിൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് തിളയ്ക്കും നേരം വരെ അടച്ചു വച്ച് വേവിക്കാം.